ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്താലുള്ള വിശുദ്ധീകരണം. അതിനുശേഷമാണ് നമുക്ക് ദൈവികാരണം സ്വീകരിക്കാൻ പാടുള്ളൂ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എമ്മാവൂസ് ഗ്രാമത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ശിഷ്യന്മാരെ പറയുകയാണ്, ഇതാ സൂര്യൻ അസ്തമിക്കാറായി, പകല് എരിഞ്ഞടങ്ങാൻ പോകുക, ഇന്ന് ഞങ്ങളോട് കൂടെ താമസിക്കുക, സ്റ്റേ വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ താമസിക്കുക. യേശു അവരോടൊപ്പം താമസിക്കുവാൻ കയറി. യേശു അവരോടൊപ്പം താമസിക്കുവാൻ കയറി. അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് അവർക്ക് കൊടുത്തു. 16-ാം വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു വന്നു. അവരപ്പം സ്വീകരിച്ചു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. എന്തേ? അപ്പം സ്വീകരിച്ചപ്പോൾ അടഞ്ഞ കണ്ണുകൾ തുറക്കപ്പെട്ടത്. അപ്പം അവർ സ്വീകരിച്ചു. അടുത്ത വചനം പറയുന്നു, അവൻ അപ്രത്യക്ഷനായി. അവർ യേശുവിനെ കണ്ടില്ല. യേശു എവിടെ പോയി? അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പം അവർ സ്വീകരിച്ചു, കണ്ണു തുറക്കപ്പെട്ടു. യേശുവിനെ പിന്നെ അവർ കാണുന്നില്ല. യേശു അപ്രത്യക്ഷനായി. യേശു എവിടെ പോയി? യേശു എവിടെ പോയി? യേശു അവൻ ആശീർവദിച്ചു കൊടുത്ത അപ്പത്തിലേക്ക് അപ്രത്യക്ഷനായി. അവൻ ദിവ്യകാരുണ്യമായി, ജീവന്റെ അപ്പമായി. യേശു അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞു. അവൻ ആശീർവദിച്ചു കൊടുത്ത അപ്പത്തിലേക്ക് അവൻ മറഞ്ഞു. അവൻ ജീവന്റെ അപ്പമായി, ദിവ്യകാരുണ്യമായി. അവർ അപ്പം സ്വീകരിച്ചു. അവൻ അപ്രത്യക്ഷനായി. അവനെ പിന്നെ അവർ കണ്ടില്ല. അവൻ അപ്പത്തിലേക്ക് മറഞ്ഞു. ആശീർവദിച്ചു കൊടുത്ത അപ്പം ദിവ്യകാരുണ്യമായിട്ട് മാറുന്ന ആദ്യത്തെ അത്ഭുതം നമ്മൾ ലൂക്കാസ് വിശേഷത്തിൽ വായിക്കാം. ഇതിലും വലിയൊരു തെളിവ് വേണോ? ആരൊക്കെ എതിർത്താലും ഇന്നും ബലിപീഠത്തിൽ ആശീർവദിക്കപ്പെടുന്ന, ഒരു നല്ല കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ആ തിരുവസ്തി, ആ ഗോതമ്പപ്പം, ആ അപ്പത്തിൻ്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ലാസറിനെ ഉയർപ്പിച്ചവൻ, നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന കർത്താവായ യേശു മഹത്വപൂർണനായി അപ്പത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ജീവൻ്റെയും ഭാഗമായിട്ട് യേശു മാറുകയാണ്. ഞാനും യേശുവും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഒന്നായിട്ട് തീരുകയാണ്. ഞാൻ യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. യേശു എന്നിലാവുകയാണ്. ഞാനും യേശുവും ഒന്നായിട്ട് തീരുന്ന നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാന സ്വീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:57 യേശു പറയുന്നു, ജീവിക്കുന്നവനായ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, ജീവിക്കുന്നവനായ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഞാൻ എൻ്റെ പിതാവ് മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുവാൻ, ക്രിസ്തുവിൻ്റെ രക്തം പാനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച നമ്മെപ്പോലെ ഒരു ജനത ഈ ഭൂമിയിലില്ല. ഇതിലും വലിയൊരു ഭാഗ്യം നമുക്ക് വേണ്ടി ദൈവം എന്താ തരേണ്ടത്? ഇതിലും വലിയ ഒരു ഭാഗ്യം കർത്താവ് നമുക്ക് എന്താ തരേണ്ടത്? ഏറ്റവും വലിയ ഭാഗ്യമായത് ഓരോ ദിവസവും യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കാൻ, രക്തം പാനം ചെയ്യുവാൻ, അവനുമായിട്ട് ഒന്നായി ചേരുവാനുള്ള വലിയ ഭാഗ്യം. ഹല്ലേലൂയ. കരമുയർത്തിയടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ശക്തമായിട്ട് സ്തുതിച്ചേ, കരമടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്നായിട്ട് സ്തുതിക്കാം. കരമടിച്ച് ശക്തമാണെന്ന് സ്തുതിക്കാം. ഒന്ന് ഉണരട്ടെ, മനസ്സും ഹൃദയമൊക്കെ ഒന്ന് ഉണരട്ടെ. ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. രണ്ടു കരങ്ങളും ഒന്ന് ഉയർത്തിയടിച്ച് ശക്തമായി മനസ്സു തുറക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ സ്തുതിച്ചാരാധിക്കട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തീരങ്ങട്ടെ. ജീസസ് പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ അയക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ ഈ ദാസർ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ ഈ ദാസർ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ ഈ ദാസർ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്ത. വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ പുതിയൊരു ബന്ധം ക്രിസ്ത. അഭിഷേകത്തിൽ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൽ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേനി വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ ക്രിസ്ത. 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 അഭിഷേകത്തിൽ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൽ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൽ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൽ കൈകൾ എന്നിൽ നീട്ടണമേ. കരമുയർത്തി സ്തുതിക്കാം. യേശുവേ യേശുവേ വിശ്വാസത്തിന്റെ ശക്തി അയക്കണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു അപ്പമെടുത്ത് ആശീർവദിച്ചു കൊടുത്തു. യേശു അപ്രത്യക്ഷനായി. അവൻ അപ്പമായി ദിവ്യകാരുണ്യമായി അവിടെ ഹൃദയത്തിലേക്ക് മറഞ്ഞു. അവർ ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു. അവർ തിരിച്ചു പോവുകയാണ്. തിരിച്ച് അവർ ചെല്ലുമ്പോൾ മറ്റ് ശിഷ്യ സമൂഹത്തോട് പറയുന്നു,
ഞങ്ങൾ യേശുവിനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ കണ്ടു. ഇവരിവിടെ അനുഭവം പങ്കുവയ്ക്കുക. ഹല്ലേലൂയ. ഹൃദയം ജ്വലിക്കുന്ന ഒരനുഭവം. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ജീവിതം. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അത് തകർക്കപ്പെടലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ബലിയാണ്. വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം മുഴുവൻ വെളിപ്പെടുകയാണ്. പിതാവിൻ്റെ സ്നേഹം ക്രിസ്തുവിന് വെളിപ്പെട്ടു. ക്രിസ്തുവിന് നമ്മളുടെ സ്നേഹം വെളിപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സ്നേഹം മുഴുവൻ അവിടുന്ന് പങ്കുവെച്ചെറിയുക. വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ ജീവിതം നമ്മൾ വായിക്കണം. അവിടെ നമ്മൾ കണ്ടെത്തുന്ന വലിയൊരു രഹസ്യമുണ്ട്. അവരെല്ലാവരും വിശുദ്ധ കുർബാനയുടെ ഭക്തരായിരുന്നു, ദിവ്യ കാരുണ്യത്തിൻ്റെ ഭക്തരായിരുന്നു. വിശുദ്ധരെല്ലാം മറിയത്തിൻ്റെ ഭക്തരായിരുന്നു. വിശുദ്ധരെല്ലാം സഭയെ സ്നേഹിച്ചു, സഭയെ അനുസരിച്ചു. ഈ 3 പ്രത്യേകത വിശുദ്ധർക്കെല്ലാം ഉണ്ട്. അവരെല്ലാം വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തർ, മറിയത്തിൻ്റെ ഭക്തർ, സഭയെ അനുസരിച്ചു, സ്നേഹിച്ചു. അവരൊക്കെയാണ് വിശുദ്ധരായി തീർന്നിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ഒരു വിശ്വാസത്തിന്റെ ശക്തി നിറയണം. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ഉയർത്തണം. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ദിവ്യ കാരുണ്യ ഭക്തിയിൽ നമ്മൾ വളർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഞാൻ ഒരു വൈദികന്റെ പ്രസംഗം കേൾക്കുകയാണ്. ഒരു കൺവെൻഷനാണ്. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ വീട്ടിൽ 13 മക്കളുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ മോനാണ്. എൻ്റെ അമ്മ ചേച്ചിമാർ അതിരാവിലെ ഉണർന്ന് ഒരു 4 മണിക്ക് ഉണർന്ന് ആഹാരമൊക്കെ തയ്യാറാക്കും. വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അമ്മ റെഡിയായി ഏറ്റവും ഇളയ മകനായ എന്നെയുമായിട്ട് എല്ലാ ദിവസവും പള്ളി പോകും. ഞാൻ കുറച്ച് നടന്നു കഴിയുമ്പോൾ മടുക്കും, അപ്പോൾ അമ്മ എന്നെ എടുക്കും. അമ്മ മടുത്തു കഴിയുമ്പോൾ എന്നെ നടത്തും. അങ്ങനെ എല്ലാ ദിവസവും അമ്മച്ചി എന്നെ പള്ളി കൊണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട് പള്ളിയിലെത്താൻ. ഈ വൈദികൻ പറയുകയാണ്, ഒരു ദിവസം ഒരു ആദ്യ വെള്ളിയാഴ്ച ദേവാലയത്തിലെത്തുമ്പോൾ ആദ്യമേ ദിവ്യകാരുണ്യ ആരാധന, പിന്നെയാണ് കുർബാന. ദിവ്യകാരുണ്യ ആരാധന ആരംഭിച്ചു കഴിഞ്ഞു. ഈ അച്ഛൻ പറയുകയാണ്, അമ്മ എന്നെ മുട്ടുകുത്തി നിർത്തി എന്നെ നെറ്റിയിൽ കുരിശ് വരപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ആ അപ്പത്തിലേക്ക് നോക്കിയേ, ആ അപ്പത്തിൽ ഈശോ ഉണ്ട്. അമ്മ പറഞ്ഞു തരിക, കൈയൊക്കെ കുപ്പി പിടിപ്പിച്ചിട്ട് പറഞ്ഞു തരിക, മോനെ അപ്പത്തിൽ ഈശോ ഉണ്ട്, അവൻ കൈ കുപ്പി പിടിച്ചേ പ്രാർത്ഥിച്ചേ. അച്ഛൻ പറയുകയാണ്, അന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നു, മോനെ ആ അപ്പത്തിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, ആ അപ്പത്തിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. അച്ഛൻ പറയുകയാണ്, ഞാൻ ഒരു വൈദികനായി ഡോക്ടറേറ്റ് എടുത്തു, സെമിനാരിയിൽ ഞാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു, വചനം പങ്കുവയ്ക്കുന്നു. അന്ന് എൻ്റെ അമ്മ പറഞ്ഞു വന്ന ആ വിശ്വാസം, മോനെ ആ അപ്പത്തിൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. അതിലും വലിയ ഒരു ദൈവശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല. അമ്മ പറഞ്ഞു തന്നു, ആ അപ്പത്തിൽ ഈശോ ഉണ്ട്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ആ വൈദികന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകയാണ്. പ്രസംഗമൊക്കെ നിർത്തി അച്ഛൻ തുവാലയൊക്കെ എടുത്ത് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറയുകയാണ്, എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. 13 മക്കൾക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നു, മോനെ ആ അപ്പത്തിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതൊരമ്മയ്ക്കും ഏതൊരപ്പനും പറഞ്ഞു കൊടുക്കാൻ ഇത് പറ്റണം. ദിവ്യ കാരുണ്യ ഭക്തരായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് മാതാപിതാക്കന്മാരാ. മാതാപിതാക്കന്മാർ ഈ ബോധ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഈ
അപ്പത്തിൻ്റെ ഉള്ളിൽ, ഈ ഗോതമ്പപ്പത്തിൻ്റെ ഉള്ളിൽ സർവശക്തനായവനുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവുണ്ടെന്ന് നമ്മൾ വേണം പറഞ്ഞു പഠിപ്പിക്കുവാൻ. വളരെ ബാല്യത്തിലെ, വളരെ കുഞ്ഞിലെ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന വിശ്വാസം അവരിൽ എന്നും നിലനിൽക്കും. അത് തിരിച്ചറിയണം. ഇന്ന് യുവാക്കന്മാർക്ക് വിശുദ്ധ കുർബാനയിൽ ആഴമായ വിശ്വാസമില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത എത്രയോ യുവാക്കന്മാർ. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൾ, കോയമ്പത്തൂരവള് പഠിക്കുന്ന, അവള് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് 3 വർഷമായി. നല്ലൊരു കത്തോലിക്ക കുടുംബത്തിലെ പെൺകുട്ടിയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് 3 വർഷമായി. ഒത്തിരിയേറെ പാപത്തിൻ്റെ മോശപ്പെട്ട വഴിയിലൂടെ അവൾ ജീവിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുക്കൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. കുമ്പസാരിച്ചിട്ട് അവള് 3 വർഷങ്ങൾ പിന്നിട്ടു. കുമ്പസാരമില്ല, കുർബാന സ്വീകരണമില്ല, ഒന്നുമില്ലാതെ ഈ പെൺകുട്ടി ജീവിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാനയിലുള്ള ആഴമായ വിശ്വാസം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കൊടുക്കണം. നമുക്ക് ലഭിച്ച ഈ വിശ്വാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള കടമയും കടപ്പാടും ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. വിശ്വാസം ഒരു പങ്കുവെക്കലാണ്. മക്കളിലേക്ക്, തലമുറകളിലേക്കുള്ള ഒരു പങ്കുവെക്കലാണ്, കൊടുക്കലാണ് വിശ്വാസം. ഹല്ലേലൂയ. ഓരോ വിശുദ്ധ കുർബാനയിലും മുറിക്കപ്പെടുന്ന അപ്പം തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മൊരു സംഭവം വായിക്കുന്നുണ്ട്. ജെസബൽ രാജ്ഞി ഏലിയായോട് പറയുകയാണ്, നിന്നെ ഞാൻ വധിക്കും. ആകാശം പിളർത്തി ഭൂമിയിൽ അഗ്നി ഇറക്കിയ ശക്തനായ ദൈവത്തിന്റെ പ്രവാചകൻ ഏലിയായുടെ ഉള്ളിൽ ഭയമായി. പ്രവാചകൻ രക്ഷപ്പെടാനുള്ള ഓട്ടത്തില മരുഭൂമിയിലൂടെ ഒരു ദിവസം ഓടി തളർന്ന് ഒരു കള്ളിമുൾച്ചിന്റെ കീഴേ കിടന്ന് ഇങ്ങനെ മയങ്ങുക. പ്രവാചകൻ പ്രാർത്ഥിക്കുക, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ ജീവനം കെടുത്താൽ മതി. കണ്ടോ, ഒരു വ്യക്തി പറഞ്ഞു കൊല്ലുമെന്ന്, ഭയന്നു പോവുകയാണ്. ശക്തനായ പ്രവാചകന്റെ ഉള്ളിലേക്ക് ഭയം കടന്നു വരിക. ദൈവത്തിന്റെ ദൂതൻ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. പ്രവാചകനെ തട്ടി വിളിച്ചു. എന്നിട്ട് ദൈവദൂതൻ പറയുക, ചുടുകല്ലിൽ ചുട്ടെടുത്ത ഈ അപ്പം നീ ഭക്ഷിക്കുക, ഈ വെള്ളം നീ കുടിക്കുക. ചുടുകല്ലിൽ ചുട്ടെടുത്ത ഈ അപ്പം നീ ഭക്ഷിക്കുക, ഈ വെള്ളം നീ കുടിക്കുക. എന്നിട്ട് ദൂതൻ പറയുക, നിനക്ക് ഏറെ ദൂരം നടക്കുവാനുണ്ട്, എണീക്കുക. പ്രവാചകനെ നിർബന്ധിച്ചു. പ്രവാചന ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം ഭക്ഷിച്ചു, വെള്ളം കുടിച്ചു. അതിനുശേഷം പ്രവാചകൻ നടക്കുകയാണ്. പ്രവാചകന്റെ ഭയം വിട്ടു മാറി, ധൈര്യവാനായി, ആരോഗ്യവാനായി പ്രവാചകൻ നടന്ന് ഹോറേബ് മലയിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രവാചകൻ ഇരിക്കുകയാ. ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുക. അവിടെ എന്ത് ചെയ്തു? പ്രവാചകൻ പ്രാർത്ഥിക്കുക. ഒരു കൊടുങ്കാറ്റടിച്ചു, മരങ്ങളൊക്കെ തകർന്നു വീഴുക, പാറകൾ പിളർന്നു, വലിയ സംഭവങ്ങളെല്ലാം നടക്കുകയാണ്. ഭൂമി പിളർന്നു. ഇതൊക്കെ നടക്കുമ്പോൾ പ്രവാചകൻ ഗുഹയ്ക്കുള്ളിരിക്കുക. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. ഒരു മന്ദ മാരുതൻ വീശി ചോദിക്കുന്നു, പ്രവാചക, നീ ഇവിടെ എന്തെടുക്കുന്നു? ഏലിയാ, ഏലിയാ, നീ ഇവിടെ എന്തെടുക്കുന്നു? ഏലിയാ പറയുക, അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. ജ്വലിക്കുന്ന ഒരനുഭവം. പ്രവാചകൻ പറയുന്നു, എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു, എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു. ഇത് തന്നെയാ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത്. അവൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? കാൽവരി കുരിശിൽ സഹനത്തിന്റെ ബലിപീഠത്തിൽ ചുട്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ ചിന്തപ്പെട്ട രക്തം, സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്ത ശരീരം, സഹനത്തിന്റെ തീച്ചൂളയിൽ ചിന്തപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം ഓരോ ബലിപീഠത്തിലും
അപ്പമായി വീഞ്ഞായി നമുക്ക് വേണ്ടി പങ്കുവെച്ചു നൽകുകയാ. അവൻ്റെ തകർക്കപ്പെട്ട ശരീരം, അവൻ്റെ ചിന്തപ്പെട്ട രക്തം സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തതാ. ഇതാണ് ഈ ശരീര രക്തങ്ങളാ ഓരോ ബലിയിലൂടെയും നമ്മൾ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. ബലിയുടെ മഹത്വം, വിശുദ്ധ കുർബാനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കണ്ണുനീരും ദുഃഖങ്ങളും വേദനകളും തകർച്ചകളെല്ലാം നമുക്ക് വിശുദ്ധ കുർബാനയിൽ അപ്പത്തോട് വീഞ്ഞോട് ചേർത്ത് സമർപ്പിക്കാം. ഓരോ ബലിയും അത്ഭുതത്തിൻ്റെ കുദാശയ. ഓരോ ബലിയിലൂടെയും ദൈവം അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കുന്നു. ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും, എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് ഒരിക്കലും മരണമില്ല. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിർമ്മലമായ പരിശുദ്ധമായ ഈ പങ്കുവെക്കിൻ്റെ കുദാശയിൽ നിർമ്മല ഹൃദയത്തോടെ നമുക്ക് പങ്കെടുക്കാം. കള്ളക്കുമ്പസാരം നടത്തി കുർബാന സ്വീകരിക്കുന്ന അവസാനിപ്പിക്കാം. പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയമൊന്ന് ജ്വലിക്കട്ടെ. ഈശോയെ സ്വീകരിക്കാനുള്ള തീഷ്ണത കൊണ്ട് നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ കത്തി എരിയട്ടെ. ഓരോ ബലിയും അത്ഭുതത്തിൻ്റെ കുദാശയ. നമ്മുടെ രോഗങ്ങളും കണ്ണുനീരും ദുഃഖങ്ങളെല്ലാം ഇവിടെ അർപ്പിക്കുന്ന ഈ ബലിയിലേക്ക് അപ്പത്തോട് വീഞ്ഞോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. അത്ഭുതങ്ങൾ ഇതാ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങളും ദൈവസന്നിധിക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യമേ നമ്മൾ കർത്താവിനോട് മാപ്പ് ചോദിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന്. കർത്താവായ യേശുവേ, കള്ളക്കുമ്പസാരം നടത്തി പാപങ്ങൾ മറച്ചുവെച്ച് കർത്താവിനെ വേദനിപ്പിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ. യോഗ്യതയില്ലാതെ അനേക തവണ ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. കുമ്പസാരത്തിന്റെ മഹാത്മ്യം, വിശുദ്ധ കുർബാനയുടെ മഹാത്മ്യം എനിക്ക് ബോധ്യമാക്കി തരണമേ. എന്റെ യേശുവേ, ദിവ്യ കാരുണ്യത്തോടുള്ള ആഴമായ ഭക്തി, ആഴമായ വിശ്വാസം എന്നിൽ നിറയ്ക്കണമേ. എന്നോട് കരുണയാകണമേ. യേശുവേ, ഇനിയുള്ള നാളുകളിൽ ഏറെ തീഷ്ണതയോടെ കുമ്പസാരിക്കുവാൻ ഈശോയെ സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. യേശുവേ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് നയിക്കുവാൻ കൃപ തരണമേ. എന്റെ കർത്താവേ, എന്റെ യേശുവേ, ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ വർഷിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. അസാധാരണമായ ദൈവശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. കരമുയർത്തി അടിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി.